വത്തിക്കാനിലേക്ക് കടന്നു വരികയാണ്. സ്വിസ് ഗാർഡ് അതിൻ്റെ പൂർണ്ണ ഒഫീഷ്യലായിട്ടുള്ള അകമ്പടിയോടുകൂടി നമുക്കറിയാം മാർപ്പാപ്പയുടെ എല്ലാ സംരക്ഷണവും ഏറ്റെടുക്കുന്നത് വത്തിക്കാനിലെ സ്വിസ് ഗാർഡാണ്. അഭിമാനത്തിന്റെ നിമിഷമാണ് ഈ സ്വിസ് ഗാർഡുകളെ അഭിമാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു നമ്മൾ കാത്തിരുന്നത് പുതിയ മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തു. ഇതാ ഈ ദൃശ്യം തീർച്ചയായിട്ടും നമ്മുടെ രോമ അതായത് കമാൻഡർ എന്ന് പറയുന്നത് സ്വിസ് ഗാർഡിന്റെ കമാൻഡർ എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ട് മാർപ്പാപ്പയാണ്. മാർപ്പാപ്പയുടെ ശരീരത്തെ ഇൻ പേഴ്സൺ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് സ്വിസ് ഗാർഡാണ്. മാർപ്പാപ്പ ഇല്ലാതായ സ്വിസ് ഗാർഡ് നിലച്ചു. പക്ഷെ ഇപ്പോഴാണ് അവർക്കൊരു ജീവൻ വന്നിരിക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ് സ്വിസ് ഗാർഡിന്റെ പരേഡ് ഇപ്പോൾ വത്തിക്കാന്റെ സെന്ററിലേക്ക് ചത്വരത്തിലേക്ക് വത്തിക്കാൻ സാന്താ മാർത്തയുടെ സൈഡിൽ നിന്നാണ് അത് കടന്നു വന്ന് സെന്ററിലേക്ക് തെറിപ്പിക്കുന്ന ദൃശ്യം എന്ന് തന്നെ പറയാം. അവരുടെ സുപ്രീം കമാൻഡർ ആയിരിക്കാം പുതിയ മാർപ്പാപ്പ. ഇതാ ഞങ്ങൾക്ക് സുപ്രീം കമാൻഡർ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു അഭിമാനത്തോടെ ആവേശത്തോടെ അവർ ഇതാ വത്തിക്കാൻ ചത്വരത്തിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് നടക്കുന്ന കാഴ്ച. ഈ ദൃശ്യം ഇത് നമ്മളെ എല്ലാവരെയും അഭിമാനത്തോടെയാണ് കാണുന്നത്. ഇതാ ബാൻഡ് മേളത്തോടെയാണ് അവർ അവിടേക്ക് കയറുന്നത്. ഒഫീഷ്യൽ ബാൻഡ് മേളങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വത്തിക്കാന്റെ പതാക ഏന്തി സ്വിസ് ഗാർഡ് ഇനി ജീവൻ വെച്ചിരിക്കുന്നു. ഭരണാധികാരിയെ ലഭിച്ചിരിക്കുന്നു. കത്തോലിക്ക സഭയ്ക്ക് ഒരു ആത്മീയ നേതാവിനെ ലഭിച്ചിരിക്കുന്നു. വത്തിക്കാൻ എന്ന രാജ്യത്തിന് ഒരു ഭരണാധികാരിയെ ലഭിച്ചിരിക്കുന്നു. റോം എന്ന് പറയുന്ന രൂപതയ്ക്ക് പുതിയ മെത്രാനെ ലഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ കത്തോലിക്ക വിശ്വാസിക്കും അവരുടെ കുടുംബത്തിലെ ഒരു നാഥനെ ഒരു പടിയും കൂടി കടന്ന് പറയാൻ ലഭിച്ചിരിക്കുന്നു. അതെ 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 നമ്മുടെ സ്വന്തം അപ്പനെ നമ്മൾ കണ്ടുമുട്ടുന്ന അല്ലെ പിതാവായ ദൈവത്തെ നേരിൽ ക്രിസ്തുവിനെ നേരിൽ കണ്ടുമുട്ടുന്നത് മാർപ്പാപ്പയിലാണ്. മാർപ്പാപ്പയുടെ ഈ ഒരു ആഗമനത്തിന് വേണ്ടി പുതിയ പരിശുദ്ധ പിതാവിന്റെ ആഗമനത്തിന് വേണ്ടി വത്തിക്കാനിലേക്ക് വത്തിക്കാൻ ബസിലിക്കായുടെ പത്രോസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിന്റെ സെൻട്രൽ ബാൽക്കണിയിലേക്ക് ക്യാമറ കണ്ണുകൾ മാത്രമല്ല മനുഷ്യരുടെ കണ്ണുകളെല്ലാം ഒരുപോലെ നോക്കുന്ന ലോകരാഷ്ട്ര നേതാക്കൾ മുഴുവൻ ഇപ്പോൾ ഉണർന്നിരുന്നത് കാണുന്നുണ്ടാകും. ആരാണ്? കാരണം അവിടെ കൂടിയിരിക്കുന്ന സൂചനകളുമില്ല. അതെ, അവിടെ കൂടിയിരിക്കുന്ന വിശ്വാസികളുണ്ടല്ലോ, ആ വിശ്വാസികളുടെ ഫിസിക്കൽ പ്രസന്റിനേക്കാൾ ഇരട്ടിയിലധികം ഹൃദയങ്ങൾ ഇപ്പോൾ അവിടെ കോടിക്കണക്കിന് ഹൃദയങ്ങൾ ഈ ബസിലിക്കയിലുണ്ട്. ശരീരത്തിന്റെ പ്രസൻസ് വളരെ കുറവേ ഉള്ളൂവെങ്കിലും ഒത്തിരി പേര് അവിടെ തന്നെ അവരുടെ ലൈവ് ഒക്കെ അവരുടെ മാതാപിതാക്കൾക്കൊക്കെ ആയിട്ട് കാണിച്ചു കൊടുക്കുന്നതും ഈ വിഷ്വൽസിൽ നമ്മൾ കാണുന്നുണ്ട്. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. മിനിറ്റുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഇതും കടന്നു പോകും എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആണ്. തീർച്ചയായിട്ടും ഇതും കടന്നു പോകും അല്ലെ. എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ, എല്ലാ പ്രതിസന്ധികൾക്കും ഒടുവിൽ ഉയർപ്പിന്റെ ആ ഒരു സന്തോഷം, ഒരു പ്രത്യാശ, അത് സഭ നൽകുന്ന. ഇതിലും മനോഹരമായിട്ട് എങ്ങനെയാണ് സഭയ്ക്ക് ഇതിനെയൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുക, പറഞ്ഞു കൊടുക്കാൻ പറ്റുക അല്ലെ. അത് എല്ലാ കാര്യങ്ങളിലും ഈ ഒരു സഭയുടെ ഉദ്ധാനത്തിന്റെ ആ ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യം. ആത്മീയ സന്തോഷത്തിനോടൊപ്പം തന്നെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഈ സ്വിസ് ഗാർഡ്സിന്റെ ഈ ഒരു പരേഡ് നമുക്ക് കാണുമ്പോൾ. അവരുടെ ആ ഒരു ചിട്ട, എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ആദ്യമായിട്ടായിരിക്കും ഇത്ര ലൈവായിട്ട് ലോകം മുഴുവൻ ഒരുമിച്ച് ഈ സ്വിസ് ഗാർഡിന്റെ പരേഡും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ലോകം മുഴുവൻ. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ ലൈവായിട്ട് ഇത് വീക്ഷിക്കുന്ന മില്യൺസ് ഓഫ് പീപ്പിളിനെ കാണാനായിട്ട് ഇടയായി. വത്തിക്കാൻ ന്യൂസിൽ ഒക്കെ ഒത്തിരി പേര് ഇത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. കൈയടിച്ചു പോകും, നമ്മൾ കൈയടിച്ചു പോകും. ഈ നിമിഷം ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന